മാത്സ് ഗുരുവിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് അവർക്കും സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് +2 ടോപ്പിക്കാണ്. +2ലെ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ചാപ്റ്ററിലുള്ള ഫസ്റ്റ് സെഷൻ നമ്മൾ കഴിഞ്ഞായിരുന്നു. കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി, കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി അങ്ങനത്തെ ഉള്ള ക്വസ്റ്റ്യനുകൾ നമ്മൾ പരിചയപ്പെട്ടായിരുന്നു. അത് നിങ്ങൾ ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ചെയിൻ റൂൾ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ചെയിൻ റൂൾ. അപ്പോൾ അതിലേക്ക് പോകാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി പറയുകയാണ്. ഇതുവരെ നിങ്ങൾ മാത്സ് ഗുരുവിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തൊട്ട് താഴെ കിടക്കുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഇത് ഷെയർ ചെയ്യുക. ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ വെട്ട് തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. പ്രത്യേകിച്ചൊന്നും പറയാനുള്ള റൂളൊന്നും ഞാൻ പറയുന്നില്ല. റൂളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഇക്വേഷനൊക്കെ ഫോം ചെയ്ത് പറയാനുണ്ട്. പക്ഷെ ഞാൻ റൂളൊന്നും പറയുന്നില്ല. ഡയറക്റ്റ് തന്നെ നിങ്ങൾക്ക് ആൻസറിൽ എത്താൻ പറ്റും. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ദെൻ നമ്മൾ ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. കോസ് എക്സ് എന്ന് പഠിച്ചിട്ടുണ്ട്. ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് എന്ന് പറയുന്നത് കോസ് എക്സ് എന്ന് പഠിച്ചിട്ടുണ്ട്. ഇവിടെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇവിടെ ചെയിൻ റൂള് എന്താണെന്ന് പറഞ്ഞാൽ, ഞാനിവിടെ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് അത് കോസ് എക്സ് ആണ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഇവിടെയുള്ള എല്ലാ ടേമിൻ്റെയും ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതിയിലാണ് പോകുന്നത്. ഇവിടെ പോകുന്ന എല്ലാ ടേമിൻ്റെയും ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതിയിലാണ് പോകുന്നത്. അതായത് ഇവിടെ ചെയ്യുമ്പോൾ നമുക്ക് കോസ് എക്സ് ഇൻറ്റു 1 എന്നാണ് കിട്ടുന്നത്. എക്സിൻ്റെ ഡെറിവേറ്റീവ് പറയുന്നത് 1 ആണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വേറെ ഒന്നും എഴുതാതെ എന്ത് മാത്രം എഴുതിയിരിക്കുന്നത്, കോസ് എക്സ് ആണ് എന്ന് എഴുതിയിരിക്കുന്നത്. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് പറയുന്നത് എന്തെന്ന് മാത്രം എഴുതിയിരിക്കുന്നത്, കോസ് എക്സ് എന്ന് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ സപ്പോസ് ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റി തരികയാണ്. സിമ്പിളായിട്ട് വേറൊരു ക്വസ്റ്റ്യൻ തരികയാണ്. ഡി ബൈ ഡി എക്സ് ഓഫ് എന്താണ്, സൈൻ ഓഫ് 5x + 4 എന്നാണ്. ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ ഓഫ് 5x + 4 എന്നാണ്. ഇവിടെ എങ്ങനെ ചെയ്യും? സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് പറയുന്നത് കോസ് എക്സ് ആണ്. അതായത് കോസ് ഓഫ് എക്സിന്റെ സ്ഥാനത്ത് ഏതാണ് കിടക്കുന്നത്, 5x + 4 ആണ് കിടക്കുന്നത്. അതിന് ഇൻറ്റു എന്ത് ചെയ്യുക, ഡി ബൈ ഡി എക്സ് ഓഫ് ഈ ആംഗിളിന്റെ ഡെറിവേറ്റീവ് കൂടെ എടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 5x + 4ന്റെ ഡെറിവേറ്റീവ് എടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് ഓഫ് 5x + 4 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് 5x ഇടയ്ക്കുള്ള സൈൻ പ്ലസ് ആയതുകൊണ്ട് ഡി ബൈ ഡി എക്സ് ഓഫ് കോൺസ്റ്റന്റ് ഡി ബൈ ഡി എക്സ് ഓഫ് 4. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് ഓഫ് 5x + 4 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് 5x എന്ന് പറയുന്നത് 5 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ശ്രദ്ധിക്കുക, 5 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ഈ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണ് വരുന്നതെങ്കിൽ ഈ കോൺസ്റ്റന്റിനെ പുറത്തെടുത്തതിന് ശേഷം ഈ ഫംഗ്ഷന് മാത്രം എന്ത് ചെയ്യുക, ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. അതായത് 5 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എന്ത് ചെയ്യുക, എക്സ് ചെയ്യുക, പ്ലസ് കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് എന്താണ്, 0 ആണ്. ഇവിടെ ശ്രദ്ധിക്കുക, 4 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ടാണ് അതിന്റെ ഡെറിവേറ്റീവ് 0 ആയത്. ഇവിടെ ശ്രദ്ധിക്കുക, 5xന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ 5 എന്ന് പറയുന്നത് എക്സിന്റെ ഒരു ഫംഗ്ഷനുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതിയിലാണ് തന്നിരിക്കുന്നത്. അല്ലെങ്കിൽ 5ന്റെ ഡെറിവേറ്റീവ് എന്താണ്, 0 ആണ്. നമുക്ക് അങ്ങനെ എഴുതാൻ കഴിയത്തില്ല. ഇവിടെ ഒരു ഫംഗ്ഷനുമായിട്ട് ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതിയിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ കോൺസ്റ്റന്റിനെ പുറത്തെടുത്തതിന് ശേഷം ഫംഗ്ഷന് മാത്രം എന്ത് ചെയ്യുക, ഡെറിവേറ്റീവ് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, കോസ് ഓഫ് 5x + 4 ഇൻറ്റു 5 ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്, 1 + 0. അത് എഴുതേണ്ട. 5 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു 5 ആണ്. ആൻസർ എന്ന് പറയുന്നത് 5 ഇൻറ്റു കോസ് ഓഫ് 5x + 4 എന്ന് കിട്ടും. 5 ഇൻറ്റു കോസ് ഓഫ് 5x + 4 എന്ന് കിട്ടും. വളരെ സിമ്പിളാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. 2-3 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സൈൻ ഓഫ് x² + 4 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ സൈൻ ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ ഓഫ് x² + 4 ആണ് വന്നത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ്, ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സിന്റെ എന്താണ്, കോസ് എക്സ് ആണ്. കോസ് ഓഫ് എന്താണ്, x² + 4 ആണ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എന്ത് ചെയ്യണം, x² + 4 ചെയ്യണം.
That is equal to cos of x square plus 4 into d by dx of x square plus d by dx of 4. X square plus d by dx of 4. That is equal to cos of x square plus 4 into d by dx of x square. X square എന്നത് x raised to n ന്റെ ഡെറിവേറ്റീവ്. എന്താണ് x raised to n ന്റെ ഡെറിവേറ്റീവ്? n into x raised to n minus 1. അപ്പോൾ x സ്ക്വയർ ആണെങ്കിൽ 2 ഫ്രണ്ടിൽ എഴുതുക, x ൽ നിന്ന് 1 മൈനസ് ചെയ്ത് എഴുതുക, 2 ൽ നിന്ന് 1 മൈനസ് ചെയ്യുമ്പോൾ 1 ആണ്, 2x എന്ന ആൻസർ കിട്ടും. That is equal to 2x plus 4 ന്റെ ഡെറിവേറ്റീവ് പറയുന്നത് എന്താണ്? 0 ആണ്. That is equal to ആൻസർ എന്ന് പറയുന്നത് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. 2x into cos of x square plus 4. 2x into cos of x square plus 4. Then വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സൈൻ ഓഫ് എക്സ് പ്ലസ് ബി. സൈൻ ഓഫ് എക്സ് പ്ലസ് ബി എന്ത് വരും? സൈൻ ഓഫ് എക്സ് പ്ലസ് ബി കോസ് ഓഫ് എക്സ് പ്ലസ് ബി ഇൻറ്റു എന്തെഴുതിയാൽ എക്സിന്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് ഈക്വൽ ടു എ ആണ്. എക്സിന്റെ ഡെറിവേറ്റീവ് എ ആണ്, ബി ഡെറിവേറ്റീവ് എന്താണ്? 0 ആണ്, പ്ലസ് 0 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? a into cos of ax plus b എന്ന് എഴുതാം. a into cos of ax plus b എന്ന് എഴുതാം. then അടുത്ത ക്വസ്റ്റ്യൻ sec of അല്ലെങ്കിൽ tan root x. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? tan root x. tan root x. tan root x ന്റെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് tan root x. tan x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? sec square x ആണ്. അതായത് sec square x ന്റെ സ്ഥാനത്ത് എന്താണ്? റൂട്ട് x ആണ്. sec square root x into d by dx of root x into d by dx of root x. That is equal to sec square root x into root x ന്റെ എന്താണ്? 1/2 root x. 1/2 root x. അത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. ഇതിന്റെ കൂടെ ഒരു ടേം കൂടെ ഞാൻ ആഡ് ചെയ്യുകയാണ്, sec of tan root x. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് sec of tan root x. sec of tan root x that is equal to sec x ന്റെ എന്താണ്? sec x tan x ആണ്. x ന്റെ സ്ഥാനത്ത് എന്താണ് കിടക്കുന്നത്? tan root x ആണ്. അതായത് ആൻസർ എന്ന് പറയുന്നത് sec എന്താണ്? x ന്റെ സ്ഥാനത്ത് കിടക്കുന്നത് tan root x into sec x, അതായത് d by dx of sec x ന്റേത് sec x tan x ആണ്. d by dx of sec x ന്റെ എന്താണ്? sec x tan x ആണ്. sec x tan x ആണ്. that is equal to sec x ന്റെ സ്ഥാനത്ത് x എന്ന് പറയുന്നത് ഈ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്താണോ അതിന്റെ കൂടെ വരുന്നതാണ് അതിന്റെ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ tan root x എന്ന് പറയുന്നത് അതിന്റെ ആംഗിൾ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ ഡെറിവേറ്റീവ് അതായത് sec x ന്റേത് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് sec x tan x ആണ്. sec x ന്റെ സ്ഥാനത്ത് ഈ ആംഗിൾ എടുത്തു കൊടുക്കുക, ഇവിടെ തന്നിരിക്കുന്ന ആംഗിൾ എടുത്തു കൊടുക്കുക, tan എഴുതുക, ഈ ആംഗിൾ എടുത്തു കൊടുക്കുക. that is equal to tan root x. ഓക്കെ, into എന്ത് ചെയ്യണം? d by dx of ആംഗിളിന്റെ ചെയ്യണം, d by dx of tan root x that is equal to എന്തെല്ലാം? sec tan root x into tan root x into tan root x ന്റെ എന്താണ്? sec square root x into d by dx of root x into d by dx of root x. That is equal to sec tan root x into tan root x into sec square root x into root x ന്റെ എന്താണ്? 1/2 root x. 1/2 root x. വളരെ സിമ്പിൾ ആണ്. നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും ഇതുപോലെ തന്നെ ചെയ്യാൻ കഴിയും. നമുക്ക് ഓരോന്നും മൾട്ടിപ്ലൈ ചെയ്ത് അതിന്റെ ഡെറിവേറ്റീവ് എടുത്ത് പോകുക, അത്ര മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. ഒരു 2 ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് cos root x അല്ലെങ്കിൽ 2 വേറെ ഈ cos root x ന്റെ അതുപോലെ തന്നെയാണ് വരുന്നത്. നമുക്ക് വേറെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ് 2 root of cot x square. 2 root of cot x square. Okay, d by dx of 2 root of
2 റൂട്ട് ഓഫ് കോട്ട് എക്സ് സ്ക്വയർ എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന 2 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്. 2നെ പുറത്തെടുക്കുക. റൂട്ട് എന്ന് പറയുന്നത് റൂട്ട് എക്സിന്റെ എന്താണ്? ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എന്ന് പറയുന്നത് എക്സ്, അതിനകത്തുള്ള വാല്യൂ എന്തും ആയിക്കോട്ടെ, റൂട്ട് എക്സിന്റെ എന്താണ്? 1/2 റൂട്ട് എക്സ് ആണ്. 1/2 റൂട്ട് എക്സ് ആണ്. അതായത് ഇവിടെ കിട്ടുമ്പോൾ 2 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എന്ത് എഴുതണം? റൂട്ട് ഓഫ് കോട്ട് എക്സ് സ്ക്വയർ ആണ് ചെയ്യേണ്ടത്. ഓക്കെ, 2 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് ഓഫ് കോട്ട് എക്സ് സ്ക്വയർ ആണ് ചെയ്യേണ്ടത്. ദെൻ റൂട്ട് എക്സിൻ്റെത് 1/2 റൂട്ട് എക്സ് ആണ്. റൂട്ടിനകത്തെ എക്സ് വാല്യൂ എന്താണ്? കോട്ട് എക്സ് സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 1/2 റൂട്ട് ഓഫ് എന്ത് വരും? കോട്ട് എക്സ് സ്ക്വയർ ഇൻറ്റു, ഇനി ഈ റൂട്ടിനകത്തുള്ളത് ചെയ്യണം, ഡി ബൈ ഡി എക്സ് ഓഫ് എന്ത് വരും? കോട്ട് എക്സ് സ്ക്വയർ. കോട്ട് എക്സ് സ്ക്വയർ 2 ക്യാൻസൽ ആയി പോകും. 1/√ ഓഫ് കോട്ട് എക്സ് സ്ക്വയർ ഇൻറ്റു കോട്ട് എക്സിന്റെ എന്താണ്? മൈനസ് കൊസീക് സ്ക്വയർ. എക്സിന്റെ സ്ഥാനത്ത് എന്താണ്? എക്സ് സ്ക്വയർ ആണ്. ഇവിടെ കോട്ടിന്റെ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇൻറ്റു എന്ത് ചെയ്യണം? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയറിന്റെ ചെയ്യണം, എക്സ് സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1/√ ഓഫ് കോട്ട് എക്സ് സ്ക്വയർ ഇൻറ്റു മൈനസ് ഇവിടെ ഇട്ടേക്കാം, മൈനസ് കൊസീക് സ്ക്വയർ എക്സ് സ്ക്വയർ ഇൻറ്റു എന്ത് വരും? 2x എന്ന് കിട്ടും. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 2x ആണ്. അതായത് ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ -2x ഇൻറ്റു കൊസീക് സ്ക്വയർ എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് കോട്ട് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. റൂട്ട് ഓഫ് കോട്ട് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ദെൻ ഇതിനെ നമുക്ക് സൈനിന്റെയും എന്താണ് സൈനിന്റെയും കോസിൻ 1 ഇവിടെ വരെ കിട്ടി. മൈനസ് കൊസീക് സ്ക്വയർ എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് കോട്ട് എക്സ് സ്ക്വയർ ഇൻറ്റു 2x. നമുക്ക് ഈ കൊസീക്ക് സ്ക്വയർ എക്സ് സ്ക്വയറിന് പകരം നമുക്ക് 1 എന്തെന്ന് എഴുതാം? 1 സൈൻ സ്ക്വയർ എക്സ് സ്ക്വയർ എന്ന് എഴുതാം. 1 സൈൻ സ്ക്വയർ എക്സ് സ്ക്വയർ എന്ന് എഴുതാം. കാര്യം എന്താണ്? കൊസീക്കിന്റെ റെസിപ്രോക്കലാണ് സൈൻ എന്ന് പറയുന്നത്. അപ്പോൾ 1 സൈൻ സ്ക്വയർ എക്സ് സ്ക്വയർ. ഇവിടെ റൂട്ട് കോട്ട് എക്സ് സ്ക്വയറിന് പകരം എന്തെന്ന് എഴുതാം? കോസ് ബൈ സൈൻ എന്ന് പറയുന്നത്. റൂട്ട് കോസ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ റൂട്ട് സൈൻ എക്സ് സ്ക്വയർ. തന്നെ ഇതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് മുകളിൽ പോകും. അതായത് മുകളിൽ എന്ത് വരും? സൈൻ റൂട്ട് സൈൻ എക്സ് സ്ക്വയർ, താഴെ എന്ത് വരും? റൂട്ട് കോസ് എക്സ് സ്ക്വയർ എന്ന് വരും. ഇൻറ്റു 2x ഉണ്ട്, ഇൻറ്റു 2x ഉണ്ട്. ഓക്കെ, ഇൻറ്റു 2x. ദെൻ നമ്മളിവിടെ നോക്കാൻ പോയി, ഇവിടെ ഒരു സ്ക്വയർ ടേം ഉണ്ട്, ഇവിടെ ഒരു റൂട്ട് സൈൻ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ടേം ഉണ്ട്. ഇവിടെ സൈൻ സ്ക്വയർ എക്സ് സ്ക്വയർ ഉണ്ട്. അതിനെ ഞാൻ ഒന്നും കൂടെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണ്. സൈൻ എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ എക്സ് സ്ക്വയർ. പിന്നെ ഇവിടുത്തെ ഈ ടേമിനെയും ഈ സ്ക്വയർ റൂട്ട് ടേമിനെയും കൂടെ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇവിടെ എന്ത് വരും? റൂട്ട് വരും. ഓക്കെ, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ്? അപ്പോൾ ഈ എക്സ് എന്ന് പറയുന്ന ടേമിനെ നമുക്ക് റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ടേം വരികയാണെങ്കിൽ നമുക്ക് റൂട്ടും താഴെ ഉള്ളതിനെ സ്പ്ലിറ്റ് ചെയ്ത് റൂട്ട് സൈൻ എക്സ് സ്ക്വയർ ഇൻറ്റു റൂട്ട് സൈൻ എക്സ് സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ അതിലൊരു ടേമും ഇവിടുത്തെ റൂട്ട് സൈൻ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ടേമുമാണ് ക്യാൻസൽ ചെയ്തത്. ദെൻ ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാകുമ്പോഴത്തേക്കും മുകളിൽ എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു -2x എന്ന് പറയുന്നത് ഡിവൈഡ് ബൈ ഇവിടെ വരുന്ന ഈ രണ്ട് ടേമുകൾ ചേരുമ്പോൾ നമുക്ക് പഠിച്ചിട്ടുള്ളതാണ് 2 sin x cos x എന്ന് പറയുന്നത്. 2 sin x cos x എന്ന് പറയുന്നത് sin 2x ആണ്. 2 sin x cos x എന്ന് പറയുന്നത് sin 2x ആണ്. ഇവിടുത്തെ സ്ക്വയർ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്ക്വയർ എഴുതാൻ പറ്റും. ഓക്കെ, ഞാൻ ഇവിടെ ഒന്ന് നോക്കുമ്പോൾ ഇവിടെ 2 എന്ന് പറയുന്ന ടേം ഇല്ല. അതായത് ഇവിടെ 2 എന്ന് പറയുന്ന ടേം കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അതായത് ഇവിടെ എന്ത് വരും? 1/2 വരും. ഈ 2 ക്യാൻസൽ ആവും. അപ്പോൾ എന്ത് വരും? 1/2 എന്ന് വരും. അതായത് ഈ ടേമിന് പകരമായിട്ട് നമുക്ക് എന്തെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 1/2 സൈൻ 2x സ്ക്വയർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 1/2 സൈൻ 2x സ്ക്വയർ ഇൻറ്റു ബാക്കിയുള്ള ടേം ഏതാണ്? ഇവിടെ സൈൻ എക്സ്
സ്ക്വയർ. ഇത് റൂട്ടിനകത്ത് കിടക്കുന്നുണ്ട്, ഇതും എന്തായിരിക്കും റൂട്ടിനകത്തായിരിക്കും വരുന്നത്. ഓക്കെ, റൂട്ടിനകത്തായിരിക്കും വരുന്നത്. ഇനി ഈ റൂട്ടിനകത്ത് നിന്ന് ഈ 1/2 പുറത്തെടുക്കുമ്പോൾ 1/√2 എന്ന് വരും. അതിന് മുകളിൽ കൊണ്ടുപോകുമ്പോൾ മുകളിൽ എന്ത് വരും? √2 വരും. മുകളിൽ എന്ത് വരും? √2 വരും. അപ്പോൾ ആൻസർ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് ഈ രീതിയിലോട്ട് മാറ്റി എഴുതാൻ കഴിയും. ഏതാണ് ലാസ്റ്റ് ആൻസർ എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? -2x √2 ഡിവൈഡഡ് ബൈ എന്താണ്? √sin2x² ഇൻറ്റു sin x² എന്ന് പറയുന്ന രീതിയിലായിട്ട് മാറ്റി എഴുതാൻ പറ്റും. നിങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട, ഇത് നിങ്ങൾ ഒന്ന് സോൾവ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇതുവരെ കിട്ടുന്ന ആൻസറാണ് ഇവരുടെ ആൻസർ എന്ന് പറയുന്നത്. ഇതുവരെ കിട്ടുന്നതാണ് ആൻസർ എന്ന് പറയുന്നത്. അതിനെ സൈൻ്റെയും കോസിൻ്റെയും ഫോമിലുമായിട്ട് മാറ്റി എഴുതാൻ പറയുകയാണെങ്കിൽ ഏത് ഫോമിലായിട്ട് മാറ്റി എഴുതുക? ഈ ഫോമിലായിട്ട് മാറ്റി എഴുതുക. അല്ലെങ്കിൽ സോൾവ് ഇതാണെന്ന് പറയുകയാണെങ്കിൽ, സോൾവ് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണെന്ന് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ മാറ്റി എഴുതാം. ഓക്കെ, വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതാണ് ചെയിൻ റൂള് എന്ന് പറയുന്നത്. ഇതാണ് ചെയിൻ റൂള് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റായിട്ട് രണ്ടൊന്ന് ഡെറിവേറ്റീവ് കൂടെ ഒന്ന് പറയുകയാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഏതിൻ്റെ ഡെറിവേറ്റീവ് ഒന്നും പറഞ്ഞില്ലായിരുന്നു, ഇൻവേഴ്സിൻ്റെ ഡെറിവേറ്റീവ് ഒന്നും പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഇൻവേഴ്സിൻ്റെ ഡെറിവേറ്റീവ് പറയുകയാണ്. സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് d/dx ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1/√1 - x². അതാണ് d/dx ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് പറയുന്നത് 1/√1 - x² ആണ് സൈൻ ഇൻവേഴ്സിൻ്റെ ഡെറിവേറ്റീവ് പറയുന്നത്. ഞാൻ അടുത്തത് d/dx ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത്. അതായത് മൈനസ് വരുമെന്ന് മാത്രമേ ഉള്ളൂ. -1/√1 - x². -1/√1 - x². രണ്ടാമത്തത് ഇത് ഫസ്റ്റ്. മൂന്നാമത്തെ പറയുന്നത് d/dx ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ്. ടാൻ ഇൻവേഴ്സ് എക്സ് അതെന്ന് പറയുന്നത് എന്താണ്? 1/1 + x². x² + 1 എന്ന് എഴുതിയാലും മതി, 1 + x² എന്ന് എഴുതിയാലും മതി. പ്ലസ് ആയതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. കാരണം 1/1 + x². നാലാമത്തെ പറയുന്നത് d/dx ഓഫ് കോട്ട് ഇൻവേഴ്സ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു -1/1 + x². ഓക്കെ, -1/1 + x² ആണ് കോട്ട് ഇൻവേഴ്സിൻ്റെ എന്തെന്ന് പറയുന്നത് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ദെൻ 5 എന്ന് പറയുന്നത് d/dx ഓഫ് കൊസീക് ഇൻവേഴ്സ് എക്സ്. കൊസീക് ഇൻവേഴ്സ് എക്സിൻ്റെ -1/x√(x² - 1) ആണ്. ഇതാണ് -1/x√(x² - 1). ആറാമത്തെ പറയുന്നത് d/dx ഓഫ് സീക്ക് ഇൻവേഴ്സ് എക്സ് ഇറ്റ് ഈസ് ഈക്വൽ ടു 1/x√(x² - 1). 1/x√(x² - 1) ആണ് ഏതിൻ്റെത്? സീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1/x√(x² - 1). അപ്പോൾ ഒന്നും കൂടെ പറയാം. സൈൻ ഇൻവേഴ്സിൻ്റെ ഡെറിവേറ്റീവ് പറയുന്നത് 1/√1 - x² ആണ്. ദെൻ രണ്ടെന്ന് പറയുന്നത് കോസ് ഇൻവേഴ്സിൻ്റെത് -1/√1 - x² ആണ്. ദെൻ അടുത്തത് ടാൻ ഇൻവേഴ്സിൻ്റെത് 1/1 + x² ആണ്. ദെൻ അടുത്തത് കോട്ട് ഇൻവേഴ്സിൻ്റെത് -1/1 + x² ആണ്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് കൊസീക് ഇൻവേഴ്സിൻ്റെത് -1/x√(x² - 1) ആണ്. ദെൻ ആറെന്ന് പറയുന്നത് d/dx ഓഫ് സീക്ക് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് 1/x√(x² - 1) ആണ്. ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സി ആയിട്ട് വരുന്ന ടേമിൻ്റെ എല്ലാം മൈനസ് ആണ് ആൻസർ വരുന്നത്. സി ആയിട്ട് വരുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും മൈനസ് ആൻസർ ഉണ്ട്, ബാക്കിയെല്ലാം പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അത്ര മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഒന്നറിയാമെങ്കിൽ മറ്റത് കണ്ടുപിടിക്കാൻ പറ്റും. സി ആണെങ്കിൽ മൈനസ് ആണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്ന് പഠിപ്പിക്കുന്നത്. അടുത്തതായിട്ട് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് വരുന്നത്. ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ, പാരാമെട്രിക് ഫോം അങ്ങനെ തുടങ്ങിയതാണ് പോകുന്നത്. അപ്പോൾ അത് ഓരോ ടോപ്പിക്ക് എടുക്കുമ്പോൾ പറയാം. അപ്പോൾ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരിക എന്ന് പറയുന്നത് വളരെ കുറവാണ്. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരില്ല എന്നല്ല, നിങ്ങൾ ഓരോ ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് അതിനകത്ത് ഉൾപ്പെടുന്ന വരുന്ന രീതിയിലാണ് ഇതിലെ ക്വസ്റ്റ്യൻ വരുന്നത്. അതിലകത്ത് ഉൾപ്പെട്ട് വരുന്ന രീതിയിലാണ് ഇതിലെ ക്വസ്റ്റ്യൻ വരുന്നത്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വ്യക്തമായിട്ട് പഠിക്കുക, വളരെ വ്യക്തമായിട്ട് പഠിക്കുക. ക്വസ്റ്റ്യനുകൾ ഫുള്ള് ചെയ്ത് പഠിക്കുക. ടെസ്റ്റിലുള്ള ക്വസ്റ്റ്യനുകൾ എല്ലാം തന്നെ ചെയ്ത് പഠിക്കുക. ചെയ്ത് പഠിച്ചാൽ മാത്രമേ ക്ലിയർ ആവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രേഷനും കൂടെ എടുക്കുന്ന സമയത്ത് അടുത്ത
ഒരു ചാപ്റ്ററും കൂടെ കഴിയുമ്പോൾ ഇൻ്റഗ്രേഷൻ വരും. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സായി പോകരുത്. രണ്ടും എന്താണ് ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ആണ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് രണ്ടും കൂടെ മിക്സായി പോകരുത്. അപ്പോൾ രണ്ടും ഇത് വ്യക്തമായിട്ട് ഇവിടെ പഠിച്ചു പോവുക. ഇത് വ്യക്തമായിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ഇൻ്റഗ്രേഷൻ എടുക്കുമ്പോൾ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവത്തുള്ളൂ ഇൻ്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ തമ്മിലുള്ള പ്രത്യേകത എന്താണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് അറിയുകയാണെങ്കിൽ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ തരികയാണെങ്കിൽ അതിനെ എങ്ങനെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറ്റും, dy/dx എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, അതാണ് ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഇക്വേഷൻ ഫോമിൽ തരുന്നതാണ്. അപ്പോൾ x plus y is equal to 4 എന്ന് പറഞ്ഞു. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് dy/dx ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ആണ് x plus y is equal to 4 ഫൈൻഡ് dy/dx. എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് സൈഡിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും എന്ത് ചെയ്യുക, ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. വിത്ത് റെസ്പെക്ട് ടു എക്സിൽ കണ്ടുപിടിക്കുക. അതായത് d/dx ഓഫ് x² plus y is equal to d/dx ഓഫ് എന്തെന്ന് എഴുതുക, 4. റൈറ്റ് ഹാൻഡ് സൈഡിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, അതുപോലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. ഞാൻ ഇവിടെ ചെയ്യുമ്പോൾ d/dx ഓഫ് x² plus d/dx ഓഫ് എന്തെന്ന് എഴുതാം, y എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു d/dx ഓഫ് 4. d/dx ഓഫ് 4 ദാറ്റ് ഈസ് ഈക്വൽ ടു x² ഡെറിവേറ്റീവ് പറയുന്നത് 2x ആണ്. y യുടെ ഡെറിവേറ്റീവ് പറയുന്നത് എന്താണ്, dy/dx ആണ്. dy/dx ആണ്. y യുടെ ഡെറിവേറ്റീവ് പറയുന്നത് എന്താണ്, dy/dx ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ന്റെ ഡെറിവേറ്റീവ് പറയുന്നത് 0 ആണ്. then ഇതിൽ നിന്ന് dy/dx ആണ് കണ്ടുപിടിക്കേണ്ടത്. dy/dx ഈസ് ഈക്വൽ ടു എന്ത് വരും, ഈ 2x എന്ന് പറയുന്നത് അപ്പുറത്ത് കൊണ്ടുപോവുക, -2x -2x. അതായത് dy/dx എന്ന് പറയുന്നത് എന്തെന്ന് കിട്ടി, -2x എന്ന് കിട്ടി. then വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്തൊരു ക്വസ്റ്റ്യൻ, 2x plus 2y is equal to sin x. 2x plus 2y is equal to sin x. then എന്താണ് രണ്ട് സൈഡിലും ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. dy/dx ഓഫ് 2x പ്ലസ് d/dx ഓഫ് 2y is equal to d/dx ഓഫ് sin x. 2x ന്റെ ഡെറിവേറ്റീവ് പറയുന്നത് 2x ന്റെ ഡെറിവേറ്റീവ് പറയുന്നത് 2 ആണ്. 2x ന്റെ ഡെറിവേറ്റീവ് പറയുന്നത് 2 ആണ്. then പ്ലസ് 2y യുടെ ഡെറിവേറ്റീവ് പറയുന്നത് 2 ഇൻറ്റു y യുടെ ഡെറിവേറ്റീവ് എന്താണ്, dy/dx ആണ്. y യുടെ ഡെറിവേറ്റീവ് പറയുന്നത് dy/dx ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ന് കിട്ടും. ഇവിടെ sin x ന്റെ ഡെറിവേറ്റീവ് പറയുന്നത് cos x ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു dy/dx. അതായത് നമുക്ക് വേണ്ടത് dy/dx ആണ് വേണ്ടത്. ഫൈൻഡ് dy/dx എന്നാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഫൈൻഡ് dy/dx ആണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ dy/dx ന്റെ ടൈമിനെ മാത്രം അവിടെ ഇടുക, ബാക്കിയുള്ളതിനെ അപ്പുറത്ത് കൊണ്ടുപോകുക. ദാറ്റ് ഈസ് ഈക്വൽ ടു cos x. 2 എന്ന് പറയുന്ന അപ്പുറത്ത് പോകുമ്പോൾ -2 ആവും. dy/dx 2 എന്ന് പറയുന്ന മൾട്ടിപ്ലൈ ആയിരിക്കാണ്, ഇതിനെ അപ്പുറത്ത് കൊണ്ടുപോകുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 cos x -2. cos x -2 that is equal to 1/2 cos x -1 എന്ന് കിട്ടും. ഓക്കെ, 1/2 cos x -1 എന്ന് കിട്ടും. അതായത് 2 എന്ന് പറയുന്നതിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ആണ് കിട്ടുന്നത്. അതാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2x plus 3y is equal to sin y. 2x plus 3y is equal to sin y ആണ് പറഞ്ഞിരിക്കുന്നത്. Find dy/dx. Find dy/dx. then ഇത് എങ്ങനെ ചെയ്യാം? d/dx of 2x plus d/dx of 3y is equal to d/dx of sin y. 2x ന് എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. പ്ലസ് 3y 3 ഇൻറ്റു dy/dx is equal to sin y
കോസ് വൈ ഇൻറ്റു, ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് ചെയ്യുന്നത്. ഇവിടുത്തെ ഫംഗ്ഷൻ എന്താണ്? വൈ ആണ്. അപ്പോൾ വൈയുടെ ഡെറിവേറ്റീവ് ചെയിൻ റൂൾ ഉപയോഗിക്കുക, വൈയുടെ ഡെറിവേറ്റീവ് കൊണ്ട് എടുക്കുക ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സും കൂടെ വരും, ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. അപ്പോൾ ഇതിൻ്റെ ടേമിനെ അപ്പുറത്ത് കൊണ്ടുപോവുക, അല്ലെങ്കിൽ ഇതിനെ അപ്പുറത്ത് കൊണ്ടുപോകുക, എങ്ങനെ വേണമെങ്കിലും വരാം. ഞാനിപ്പോൾ ഇതിനെ അപ്പുറത്ത് കൊണ്ടുവരികയാണ്. 3 ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഇവിടെ ഉണ്ടായിരുന്നു, ഇതിനെ അപ്പുറത്ത് കൊണ്ടുവരിക. അപ്പോൾ മൈനസ് കോസ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ ഇപ്പോൾ ഒന്നുമില്ല, ഈ ടേമിനെ അപ്പുറത്ത് കൊണ്ടുപോവുക, ദാറ്റ് ഈസ് ഈക്വൽ ടു -2 എന്ന് കിട്ടും. അതിൽ രണ്ടിലും കോമൺ ആയിട്ട് ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട്, ഡി വൈ ബൈ ഡി എക്സിനെ കോമൺ ആയിട്ട് പുറത്തെടുക്കുക ഇൻറ്റു ഇവിടെ ബാക്കി എന്ത് വരും? 3 മൈനസ് ഇവിടെ ബാക്കി എന്താണ്? കോസ് വൈ ഈസ് ഈക്വൽ ടു -2. ദെൻ ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു, ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു എന്താണ്? -2 ഹോൾ ഡിവൈഡ് ബൈ 3 മൈനസ് കോസ് വൈ, -2 ഹോൾ ഡിവൈഡ് ബൈ 3 മൈനസ് കോസ് വൈ എന്ന് കിട്ടും. ഇതിന് വേറെ ഒരു ക്വസ്റ്റ്യൻ കൂടെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ ഇട്ട് നമുക്ക് എടുക്കാം, ബാക്കിയുള്ളത് നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിനെ കുറിച്ച് ഇതാണ് ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു ടാൻ എക്സ് പ്ലസ് വൈ, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ, എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു ടാൻ എക്സ് പ്ലസ് വൈ, ഇത് നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. ഫൈൻഡ് എന്താണ്? ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ് ആണ്, ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ്. ദെൻ ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു എന്താണ്? എക്സ് വൈ പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ് ടാൻ എക്സ് പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് എന്താണ്? വൈ. ഓക്കെ, ഞാൻ ഇവിടെ രണ്ട് ഫംഗ്ഷനുകൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യുക? പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കുക. എന്താണ് പ്രോഡക്റ്റ് റൂൾ എന്ന് പറയുന്നത്? യു വി ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഓക്കെ, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് പ്ലസ് എന്താണ്? വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2y, എക്സ് സ്ക്വയറിൻ്റെ രീതിയിൽ എടുക്കുക 2y വരും. പിന്നെ വൈയുടെ ഡെറിവേറ്റീവ് പറയുന്നതാണ് ഡി വൈ ബൈ ഡി എക്സ് ആണ്, വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത്? ഡി വൈ ബൈ ഡി എക്സ് ആണ്. ഇവിടെ 2y കിട്ടിയത് വൈ സ്ക്വയർ എന്ന് പറയുന്ന രീതിയിലാണ്, അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 2y ആണ് കിട്ടുന്നത്. പിന്നെ വൈയുടെ ഡെറിവേറ്റീവ് കൂടെ എടുക്കണം, വൈയുടെ ഡെറിവേറ്റീവ് എന്താണ്? ഡി വൈ ബൈ ഡി എക്സ് ആണ്, അതായത് ചെയിൻ റൂൾ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ എക്സിൻ്റെ എന്താണ്? സീക്ക് സ്ക്വയർ എക്സ് ആണ് പ്ലസ് വൈയുടെ എന്ത് വരും? ഡി വൈ ബൈ ഡി എക്സ്, എക്സ് അതുപോലെ എഴുതാം, എക്സ് ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് എന്താണ്? ഡി വൈ ബൈ ഡി എക്സ് ആണ് പ്ലസ് വൈ ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 ആണ് പ്ലസ് 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു സീക്ക് സ്ക്വയർ എക്സ് പ്ലസ് ഡി വൈ ബൈ ഡി എക്സ്, ഡി വൈ ബൈ ഡി എക്സ്. ഇനി ഡി വൈ ബൈ ഡി എക്സ് ഉള്ള ടേമിനെല്ലാം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവരിക. ഇവിടെ ഒരു ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട്, എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. ദെൻ ഇവിടെ കിടക്കുന്നത് ഡി വൈ ബൈ ഡി എക്സ് ആണ് പ്ലസ് 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. ഇപ്പുറത്ത് ഒരു പ്ലസ് ഉണ്ട്, അതിനെപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ മൈനസ് ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു അപ്പുറത്ത് എന്തുണ്ട്? സീക്ക് സ്ക്വയർ എക്സ്. പിന്നെ ഇവിടെ നിന്ന് ഏത് കൊണ്ടുപോകാണ്ട്? പ്ലസ് വൈ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ മൈനസ് വൈ. ഓക്കെ, ഞാൻ ഇതിൽ നിന്ന് 3 ടേമിൽ നിന്നും ഡി വൈ ബൈ ഡി എക്സിനെ കോമൺ ആയിട്ട് എടുക്കുക. ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു ഇത് വരും എക്സ് പ്ലസ് 2y മൈനസ് 1. ഡി വൈ ബൈ ഡി എക്സിന് പുറത്തെടുത്താൽ എന്താണ് വരുന്നത്? 1 ആണ് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? സീക്ക് സ്ക്വയർ എക്സ് മൈനസ് വൈ. ദെൻ ഇതിൽ നിന്ന് ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു എന്താ വരും? ഈ ടേമിനെ ഇവിടെ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന രീതിയിൽ എഴുതുക, അത്ര മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. എന്ത് ചെയ്യുക? ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്, ഇതിനെ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. ഒരു ഇക്വേഷൻ ഫോമിലായിരിക്കും തരുന്നത്.
അപ്പോൾ എന്ത് ചെയ്യുക, രണ്ട് സൈഡിലും എന്ത് ചെയ്യുക, ഡെറിവേറ്റീവ് എടുക്കുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും ഡെറിവേറ്റീവ് എടുക്കുക, റൈറ്റ് ഹാൻഡ് സൈഡിലും ഡെറിവേറ്റീവ് എടുക്കുക. എന്നതിന് ശേഷം അതിൽ കോമൺ ആയിട്ട് വരുന്ന dy/dx ഉള്ള ടേമിനെ എല്ലാത്തിനെയും ഒരു സൈഡിൽ കൊണ്ടുവരിക. സൈഡിൽ കൊണ്ടുവന്നതിന് ശേഷം അതിൽ നിന്ന് കോമൺ ആയിട്ട് പുറത്തെടുക്കുക dy/dxനെ, ബാക്കിയുള്ള ടേമിനെ അപ്പുറത്ത് കൊണ്ടുപോയി എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇതിൽ ചെയിൻ റൂൾ കയറി വരാം, നമ്മൾ ചെയ്യുമ്പോൾ ചെയിൻ റൂൾ വരാം, കോഷ്യൻ റൂൾ വരാം, അതുപോലെ പ്രോഡക്റ്റ് റൂൾ, ഇപ്പം നമ്മൾ ചെയ്തതുപോലെ ലെബനീസ് റൂൾ അല്ലെങ്കിൽ പ്രോഡക്റ്റ് റൂൾ എന്ന് പറയുന്ന രീതിയിൽ ചോദിക്കാം. അപ്പോൾ ഇതെല്ലാം ചെയ്യേണ്ടത് ഏത് രീതിയാണ്, നമ്മൾ പഠിക്കുന്ന എല്ലാ രീതികളും ഒരു ക്വസ്റ്റനിൽ കയറി വരാം. അപ്പോൾ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ചെയിൻ റൂൾ ആയാലും ഇമ്പോർട്ടൻ്റ് ആണ്, ഫസ്റ്റ് കണ്ടിന്യൂറ്റി ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പോൾ അതിൽ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ എന്താണ്, ഇപ്പോൾ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ പറയുമ്പോൾ ഇതിലെല്ലാം കയറി വരുന്ന രീതിയിൽ ചോദിക്കാം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വ്യക്തമായിട്ട് നല്ലതുപോലെ ഇരുന്ന് അതിലുള്ള ക്വസ്റ്റ്യനുകൾ വ്യക്തമായിട്ട് ചെയ്തു പിടിക്കുക. ക്വസ്റ്റ്യൻ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം ചെയ്തു പിടിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. ഒരു കാര്യം മറക്കരുത്, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഇത് ഷെയർ ചെയ്യുക. ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യുമ്പോൾ അവർക്കും ഉപകാരപ്പെടും. ഓക്കെ, ദെൻ താങ്ക് യു.